2026 ആദ്യത്തെ കാറ്ററിംഗ് വർക്കിന് പോയതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അതുപോലെ നമ്മുടെ സ്വന്തം എലഗൻസ് സിമൻസിന്റെ വർക്കിനാണ് ഞാൻ ഇന്ന് പോകുന്നത്. അവനവഞ്ചേരിയിലെ തിരുസന്നിധി ഓഡിറ്റോറിയത്തിലാണ് നമുക്ക് ഇന്നത്തെ വർക്ക്. അങ്ങനെ അവിടെ എത്തി ആദ്യം പോയത് നമ്മൾ ഇന്നലെ ഒന്ന് ചെയ്ത സ്റ്റേജ് ഡെക്കറേഷൻ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. സ്റ്റേജിന്റെ അടുത്തെത്തിയപ്പോഴത്തേക്ക് അവിടെ നമ്മുടെ സുമേഷ് ചേട്ടനും ശബരി ചേട്ടനും കൂടി സ്റ്റേജിൽ ബാക്കി ഉണ്ടായിരുന്ന അവസാനവട്ട പണികൾ ചെയ്യായിരുന്നു. അങ്ങനെ സ്റ്റേജ് കണ്ട് താഴേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കാണ് അക്ഷയ സൈത്തും അവിടെ എത്തിയത്. പിന്നെ അവന്മാരും കൂടി ചേർന്നാണ് ഫ്രണ്ടിലെ എൻട്രൻസിൽ ബാക്കി ഉണ്ടായിരുന്ന പണികൾ ചെയ്തത്. അങ്ങനെ സ്റ്റേജിലെയും എൻട്രൻസിലെയും ബാക്കി ഉണ്ടായിരുന്ന പണികളെല്ലാം തീർത്തതിന് ശേഷം നമ്മളെല്ലാവരും കൂടി നേരെ സദ്യാലയത്തിലോട്ട് പോയി. സദ്യാലയത്തിലെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് അവിടെ നിന്ന സമയത്താണ് നമ്മളെ ഫുഡും കൊണ്ട് വണ്ടി എത്തിയത്. പിന്നെ എല്ലാവരും വണ്ടിയിൽ നിന്ന് ഫുഡ് ഇറക്കി അവിടെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന തിരക്കിലായിരുന്നു. ഫുഡ് ഇറക്കി വെച്ചതിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഞാൻ പിന്നെ നേരെ പോയത് വെൽക്കം ഡ്രിങ്കിന്റെ സെക്ഷനിലേക്കാണ്. അവിടെ നിന്ന് 2 ഗ്ലാസ് ജ്യൂസ് അകത്താക്കിയപ്പോഴത്തേക്കാണ് കുറച്ചൊരു ആശ്വാസം കിട്ടിയത്. ഞാൻ കുടിക്കണം കണ്ടപ്പോഴത്തേക്ക് കടത്തനും ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്തകത്താക്കി. ജ്യൂസ് കുടിച്ചിട്ട് താഴെ വന്ന് നമ്മൾ നേരെ വർക്കിന് കയറി ഫസ്റ്റ് പന്തി വിളമ്പി വെച്ച് ആൾക്കാരെയും കഴിക്കാനായിട്ട്. അങ്ങനെ ഫസ്റ്റ് പന്തിയും കഴിഞ്ഞ് സെക്കൻഡ് പന്തിയും കഴിഞ്ഞ് തേർഡ് പന്തിയും കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. അവിടെ വന്ന എല്ലാവർക്കും നല്ല രീതിക്ക് ഫുഡൊക്കെ വിളമ്പി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളെല്ലാവരും കൂടി കഴിക്കാനായിട്ട്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഫുഡ് കൊണ്ടുവന്ന പാത്രമൊക്കെ ഒരു സൈഡിൽ നല്ല രീതിക്ക് ഒതുക്കിയൊക്കെ വെച്ചിട്ട് നമ്മൾ പിന്നെ നേരെ സ്റ്റേജ് പൊളിക്കാനായിട്ട് മുകളിലോട്ട് പോയി. സ്റ്റേജിന്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് നമുക്ക് മുമ്പേ വന്ന് സൈത്ത് ഒരു സൈഡിൽ സ്റ്റേജ് പൊളിച്ച് തുടങ്ങിയായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളും കൂടെ ചേർന്ന് സ്റ്റേജെല്ലാം പൊളിച്ച് ഗോഡനിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധനങ്ങളെല്ലാം വണ്ടിയിൽ കയറ്റി സെറ്റ് ചെയ്ത് വെച്ച്. സാധനങ്ങളെല്ലാം വണ്ടി കയറ്റി വെച്ചതിന്റെ ക്ഷീണം മാറ്റാൻ കുറച്ച് വെള്ളവും കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഗോഡനിലോട്ട് വന്നു. ഗോഡനിൽ എത്തിയപാടെ നമ്മളെല്ലാവരും കൂടി ചേർന്ന് വണ്ടിയിൽ നിന്ന് സാധനങ്ങളെല്ലാം ഗോഡനിൽ ഇറക്കി വെക്കാൻ ആരംഭിച്ചു. അങ്ങനെ വണ്ടിയിൽ നിന്ന് സാധനങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഗോഡനിൽ ഇറക്കി വെച്ച് മറ്റൊരു വർക്ക് കൂടി വളരെ മനോഹരമായി ചെയ്തു തീർത്തതിന്റെ സന്തോഷത്തിൽ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.